ഹായ് ഫ്രണ്ട്സ്, 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 4 ആണ് നമ്മളിന്ന് നോക്കുന്നത്. യൂണിറ്റ് 4ൻ്റെ പേരെന്താ? ദ ഹീലിംഗ് ടച്ച്. ഹീലിംഗ് ടച്ച് എന്ന് വെച്ചാൽ സാന്ത്വന സ്പർശം എന്ന് പറയുന്ന പുതിയ യൂണിറ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. എന്താണ്? സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന പുതിയ സ്റ്റോറിയാണ്. മൈക്കിൾ ജോർദൻ വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്. നല്ല ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ആര്? മൈക്കിൾ ജോർദാൻ എന്ന് പറയുന്ന വ്യക്തി. ബാസ്കറ്റ്ബോൾ എന്താണെന്നറിയോ? അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട്. ഇതാണ് ബാസ്കറ്റ്ബോൾ. ഓക്കെ, ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് യങ് മൈക്കിൾ ജോർദാൻ ആസ് ഹി ഫേസസ് ചലഞ്ചേഴ്സ് ഇൻ ദി ബാസ്കറ്റ്ബോൾ കോർട്ട് ആൻഡ് ലേൺസ് ലെസൺസ് എബൌട്ട് പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്. മൈക്കിൾ ജോർദൻ ചെറുതായിരിക്കുന്ന സമയത്ത് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നിന്ന് അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ക്ഷമയുടെയും ഹാർഡ് വർക്കിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരുപാട് പാഠങ്ങൾ അദ്ദേഹം ആ ബാസ്കറ്റ്ബോളിൻ്റെ കോർട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നാണ് നമ്മുടെ സ്റ്റോറിയുടെ പേരില്ലേ. എന്താണ് അതിനർത്ഥം? ഷൂസിനുള്ളിലെ, അവൻ്റെ ഷൂസിനുള്ളിലെ ഉപ്പ്. ഓക്കെ, ദെൻ സ്റ്റോറി നോക്കാം. മൈക്കിൾ ലവ്ഡ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. മൈക്കിളിന് ബാസ്കറ്റ്ബോൾ കളിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരുന്നു. എവറി സാറ്റർഡേ ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാറി ആൻഡ് റോണി ടു ദി പാർക്ക് ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ. എല്ലാ ശനിയാഴ്ചയും മൈക്കിൾ എന്ത് ചെയ്യും? അവൻ്റെ എൽഡർ ബ്രദേഴ്സ് ആയിട്ടുള്ള മൂത്ത സഹോദരന്മാരായിട്ടുള്ള ലാറിയുടെയും റോണിയുടെയും കൂടെ പാർക്കിലേക്ക് പോകും. എന്തിനാ പോകുന്നത്? അവരവനെ അവിടെ ബാസ്കറ്റ്ബോൾ കളിക്കാനായിട്ട് അനുവദിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവന് എന്നും അവരുടെ കൂടെ ഇങ്ങനെ പോകുന്നത്. ബട്ട് ദ വാസ് വൺ പ്രോബ്ലം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എവിടെ? ആ പാർക്കിലല്ലേ. എന്തായിരുന്നു പ്രശ്നം? ദാറ്റ് വാസ് മാർക്ക്. മാർക്ക് എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു ആ പ്രശ്നം. ഹി വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദി കോർട്ട്. മാർക്ക് ആരാണ്? അവരുടെ ആ ബാസ്കറ്റ്ബോൾ കോർട്ടിലുള്ള നല്ല ടോളസ്റ്റ് ആയിട്ടുള്ള നല്ല നീളമുള്ള ഒരു ആൺകുട്ടിയാണ് മാർക്ക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മാറ്റർ മൈക്കി? ടു ഷോർട്ട്. എന്താ മൈക്കി നീ ഇങ്ങനെ ചെറുതായിരിക്കുന്നേ? എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് മാർക്ക് എപ്പോഴും അവനെ കളിയാക്കൂലേ. മാർക്ക് ഫ്ലാപ്ഡ് ഹിസ് ആംസ് ഇൻ മൈക്കിൾസ് ഫേസ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് എന്ത് ചെയ്യും? മൈക്കിളിൻ്റെ മുഖത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വീശും. വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടുകൊണ്ട് എന്താ ഇങ്ങനെ എപ്പോഴും ചെറുതായിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കും. ദെൻ ഓവർ ഹിയർ ഷൗട്ടഡ് ലാറി. എന്താണ്? അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ലാറി ഷൗട്ട് ചെയ്യാണ്, ഉച്ചത്തിൽ പറയാണ്. ഓവർ ഹിയർ, ഇതാ ഇവിടെ, ഇങ്ങോട്ട് അടിക്ക് എന്ന് പറയില്ല നമ്മൾ, അതുപോലെ ഇവിടെ എന്ന് പറയാണ്. ബട്ട് വെൻ മൈക്കിൾ ത്രൂ ദ ബോൾ മാർക്സ് ലോങ് ആംസ് കെയിം ഔട്ട് ഓഫ് നവർ ആൻഡ് നോക്ക്ഡ് ദി ബോൾ എവേ. പക്ഷേ ആ മൈക്കിള് ബോൾ എറിഞ്ഞപ്പോൾ, ത്രൂ എന്ന് വെച്ചാൽ എറിയ അല്ലേ, മൈക്കിള് ബോൾ എറിഞ്ഞപ്പോൾ മാർക്കിൻ്റെ വലിയ കൈകൾ എവിടെ നിന്നോ വന്നിട്ട് ആ ബോളിനെ നോക്ക് ചെയ്തു, തട്ടാണ് ചെയ്യുന്നത്. ഇറ്റ് ഫ്ലൂ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് എ പ്ലെയർ ഓൺ മാർക്സ് ടീം. അപ്പോൾ മാർക്ക് ആ ബോൾ തട്ടിയ ടൈമിൽ ആ ബോൾ എവിടെ പോയി വീണു? മാർക്കിൻ്റെ ടീമിലുള്ള ഒരു പ്ലെയറിൻ്റെ, ഒരു കളിക്കാരൻ്റെ കയ്യിലേക്ക് പറന്നു. ഫ്ലൂ എന്ന് വെച്ചാൽ പറന്നു. ഹി മെയ്ഡ് ദ ബാസ്കറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ ടീമിലുള്ള പ്ലെയർ ആ ബോള് ബാസ്കറ്റിലേക്ക് ഇട്ടു. ആൻഡ് ദി ഗെയിം വാസ് ഓവർ. അങ്ങനെ ആ കളി അവിടെ അവസാനിച്ചു. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ എന്നും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. എപ്പോൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ വന്നാലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നാണ് ഇവിടെ അർത്ഥം വെക്കുന്നത്. ഓക്കെ, സോ എന്താണ്? മൈക്കിള് ഷോർട്ടാണ് അല്ലേ, അവന് വലിയ ഹൈറ്റ് ഇല്ലാത്ത ആളാണ്. പക്ഷെ മാർക്ക് നല്ല ടോളായിട്ടുള്ള നല്ല നീളമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മൈക്കിള് ബോൾ അടിക്കുന്ന സമയത്ത് മാർക്ക് അത് വന്ന് തട്ടി മാറ്റുകയും അവരുടെ ടീം ജയിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതെപ്പോഴും സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നും സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഓൾ ദി വേ ഹോം മൈക്കിൾ അപ്പോളജൈസ്ഡ്. വീട്ടിലേക്ക് വരുന്ന ആ വഴി മുഴുവനും അവന് എന്ത് ചെയ്യുന്നുണ്ട്? മൈക്കിള് അവൻ്റെ ബ്രദേഴ്സിനോട് അപ്പോളജൈസ് ചെയ്യുക, ക്ഷമ ചോദിക്കുകയാണ് അല്ലേ. കാരണം എന്താ? ബ്രദേഴ്സിൻ്റെ കൂടെയാണ് അവന് കളിക്കുന്നത്. അവൻ്റെ മൂത്ത ബ്രദേഴ്സിൻ്റെ കൂടെ കളിക്കാൻ അവനക്കൊരു ചാൻസ് കൊടുത്തതാണ്. പക്ഷേ അവനക്ക് ചാൻസ് കൊടുത്തത് കാരണം അവരുടെ ടീം തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് എന്ത് ചെയ്യാണ്?
ഇങ്ങനെ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ഹിസ് എൽഡസ്റ്റ് ബ്രദർ റോണി ട്രൈഡ് ടു ചിയർ ഹിം അപ്പ്. അപ്പോൾ മൈക്കലിൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള റോണി അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലുക്ക് ലിറ്റിൽ ബ്രദർ, യു പ്ലേഡ് വെൽ ടുഡേ, ഡോണ്ട് വെറി, വി വിൽ വിൻ ദി നെക്സ്റ്റ് ടൈം. എന്താ പറയുന്നത്? നോക്കൂ ബ്രദർ, നോക്കൂ സഹോദര, നീ ഇന്ന് നന്നായി കളിച്ചിട്ടുണ്ട് അല്ലേ. പ്ലേഡ് വെൽ എന്ന് വെച്ചാൽ നന്നായി കളിച്ചിട്ടുണ്ട്. ഡോണ്ട് വെറി, വിഷമിക്കണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം, നെക്സ്റ്റ് ടൈം എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് വിൻ ചെയ്യാം, വിജയിക്കാമെന്ന് അവനെ ആശ്വസിപ്പിക്കുകയാണ്. വെൻ ദേ റീച്ച്ഡ് ഹോം, എന്നിട്ട് അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തിയ സമയത്ത് മൈക്കൽ വെൻറ്റ് ഇൻ ടു ദ കിച്ചൺ വേർ മമ്മ വാസ് കുക്കിംഗ് ഡിന്നർ. മൈക്കൽ അവൻ്റെ അമ്മ ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അടുക്കളയിലേക്ക് അവന് പോവുകയാണ് ചെയ്യുന്നത്. മമ്മ, ഹൗ ക്യാൻ ഐ ഗ്രോ ടോളർ, ഹി ആസ്ക്ഡ്. അമ്മേ, എനിക്ക് എങ്ങനെ ഉയരം കൂട്ടാനായിട്ട് സാധിക്കുമെന്ന് അമ്മയോട് ചോദിക്കാണ്. ഷീ സ്മൈൽഡ്, അമ്മ പുഞ്ചിരിച്ചു. ലുക്ക്ഡ് അറ്റ് മൈക്കിൾ ആൻഡ് സെഡ്, എന്നിട്ട് മൈക്കിളിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സോൾട്ട്. സോൾട്ട് എന്ന് വെച്ചാൽ എന്താ? ഉപ്പ് അല്ലേ. അപ്പോൾ സോൾട്ടോ എന്ന് വെച്ചാൽ എന്താ? ഉപ്പോ. മൈക്കിൾ ലുക്ക്ഡ് അറ്റ് ഹിസ് മമ്മ, ഉപ്പോ എന്നും ചോദിച്ചുകൊണ്ട് അവന് എന്ത് ചെയ്യാണ്? അമ്മയെ നോക്കുകയാണ്. സോൾട്ട് ഇൻ യുവർ ഷൂസ്, നിൻ്റെ ഷൂസിനുള്ളിൽ ഉപ്പിടുമെന്ന് അവനോട് പറയാം അല്ലേ. വി വിൽ പുട്ട് സോൾട്ട് ഇൻ യുവർ ഷൂസ്, ഞങ്ങൾ നിൻ്റെ ഷൂസിനുള്ളിലേക്ക് സോൾട്ട് ഇടും, ഉപ്പ് ഇടുമെന്ന് പറയണം. ബിഫോർ യു നോ ഇറ്റ് യു വിൽ ബി ടോളർ, ഷി റിപ്ലൈഡ്. അത് നീ അറിയുന്നതിന് മുന്നേ ആയിട്ട് നീ എന്ത് ചെയ്യും? നീ ടോളറായിട്ടുണ്ടാകും, നല്ല നീളമുള്ളവനായിട്ടുണ്ടാകും എന്ന് അമ്മ അവനോട് മറുപടി പറയാണ്. ഗ്രോയിങ് മോർ എക്സൈറ്റഡ്, വളരെ എന്ന് പറയുമ്പോൾ അവൻ എന്തായി? ഭയങ്കര എക്സൈറ്റഡ് ആയില്ലേ. ദെൻ മൈക്കിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ മൈക്കിൾ എന്ത് ചെയ്തു? ഒരുപാട് ക്വസ്റ്റ്യൻസ് അമ്മയോട് ചോദിക്കാനായിട്ട് തുടങ്ങി. മമ്മ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, മമ്മ അതിന് എത്ര സമയം എടുക്കും എന്ന് ചോദിക്കുക അല്ലേ. ഹൗ ലോങ് എന്ന് വെച്ചാൽ എത്ര സമയം, എത്ര കാലം എടുക്കും എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. ആൻഡ് ഹൗ ടോൾഡ് ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ്, ഞാൻ എത്ര നീളം വെക്കുമെന്നാണ് അമ്മ കരുതുന്നത് എന്നവന് ചോദിക്കാം. സ്മൈലിംഗ് മമ്മ സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം ആൻഡ് എക്സ്പ്ലെയിൻഡ്. പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? മൈക്കിളിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അല്ലേ, വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഫോർ ദീസ് ടു വർക്ക്, ഇത് വർക്കാവണമെങ്കിൽ, ഇത് പ്രാവർത്തികമാവണമെങ്കിൽ യു മസ്റ്റ് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു വാട്ട് ഐ ടെൽ യു. അത് വർക്കാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? നീ നല്ല ക്ഷമയോടെ ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം, കേൾക്കണം എന്ന് അമ്മ അവനോട് പറയണം. ഓക്കെ മാ, ഐ വിൽ ബി പേഷ്യൻറ്റ്. ഓക്കെ മമ്മ, ഞാൻ എന്താകാം? ക്ഷമയോടെ അമ്മ പറയണം, ഓക്കെ കേട്ടോളാം അവന് സമ്മതിക്കണം. ദെൻ ഡ്യൂറിങ് ഡിന്നർ സമയത്ത്, ഡിന്നർ എന്ന് വെച്ചാൽ എന്താ? അത്താഴം അല്ലേ, രാത്രിയിലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് മമ്മ നോട്ടീസ്ഡ് ദാറ്റ് മൈക്കൽ വാസ് ബെയർലി ഈറ്റിംഗ് എനിത്തിങ്, ഹി വാസ് ഡേ ഡ്രീമിങ് അബൌട്ട് ബീങ് ടോളർ. മമ്മ ശ്രദ്ധിക്കാണ്, മൈക്കിൾ എന്താ ചെയ്യുന്നത്? അവന് കാര്യമായിട്ട് ഒന്നും കഴിക്കുന്നൊന്നുമില്ല അല്ലേ. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? ഹി വാസ് ഡേ ഡ്രീമിങ്, അവനിങ്ങനെ ഞാൻ ടോളറാകുന്നത്, ഞാൻ അവനെ നീളം വെക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഡേ ഡ്രീം ചെയ്തുകൊണ്ട്, ദിവാസ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, അല്ലാതെ മര്യാദക്ക് ഫുഡൊന്നും കഴിക്കണില്ല. മൈക്കിൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, എന്താ? മൈക്കിൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യണം. യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്, നീ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നീ ഒരിക്കലും വളരില്ല എന്ന് മമ്മ അവനോട് പറയാണ്. ബട്ട് ഐ എം നോട്ട് ഹംഗ്രി, ഹി സെഡ്. അപ്പോൾ അവന് പറയാണ്, പക്ഷെ എനിക്ക് വിശപ്പില്ല എന്നല്ലേ. റേസിങ് ഹെർ ഐബ്രോസ് മമ്മ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്. അമ്മ അപ്പം എന്ത് ചെയ്യാണ്? മമ്മയുടെ ഐബ്രോസ്, പുരികൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് അവനെ ഒന്ന് സ്റ്റേണായിട്ടൊന്ന് രൂക്ഷമായിട്ട് അവനെ നോക്കുകയാണ് ചെയ്യുന്നത്. സ്ലോലി മൈക്കിൾ പിക്ക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗാൻ ടു ഈറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവന് പേടിയായില്ലേ. അപ്പോൾ അവന് പതുക്കെ ഫുഡൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. മിനിറ്റ്സ് ലേറ്റർ ഹിസ് പ്ലേറ്റ് വാസ് ക്ലീൻ ആൻഡ് ഹി വാസ് ആസ്കിങ് ഫോർ മോർ. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം തന്നെ പെട്ടെന്ന് അവൻ്റെ പ്ലേറ്റ് ക്ലീൻ ആയിട്ടുണ്ട് അല്ലേ. അവൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവന് ഇനിയും അമ്മയോട് ഫുഡിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് അല്ലേ, കൂടുതൽ ചോദിക്കുന്നുണ്ട്. ദാറ്റ് ഈവനിങ് അറ്റ് ബെഡ് ടൈം, വൈകുന്നേരം ബെഡ് ടൈമിൽ
ഉറങ്ങാൻ പോകുന്ന സമയത്ത് മൈക്കിൾ സെറ്റ് ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ് ഓൺ ദി ഫ്ലോർ നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദി വോൾ. ഉറങ്ങാൻ നേരത്ത് അവൻ എന്താ ചെയ്യുന്നത്? മൈക്കിള് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം ഷൂസ് ഉണ്ട്, അത് എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ്റെ റൂമിലെ ചുമരിലായിട്ട് ഒരു ഗ്രോത്ത് ചാർട്ട് തൂക്കിയിട്ടുണ്ട്. ഗ്രോത്ത് ചാർട്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ വളർച്ചയുടെ അളവൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചാർട്ട്. ഓക്കെ, അതിൻ്റെ താഴെയായിട്ട്, അതിൻ്റെ അരികിലായിട്ട് താഴെ ഫ്ലോറിൽ, നിലത്ത് തറയിൽ അവൻ്റെ ഷൂസ് കൊണ്ടുപോയി വെക്കുകയാണ്. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് പൈജാമാസ്. ദെൻ അവൻ എന്ത് ചെയ്തു? പുട്ട് ഓൺ ചെയ്യാന്ന് വെച്ചാൽ ധരിക്കുക. അവൻ്റെ പൈജാമയൊക്കെ ധരിച്ചു. പൈജാമ എന്ന് പറയുമ്പോൾ എന്താ? ഉറങ്ങുമ്പോൾ ഇടുന്ന ഡ്രസ്സ്. ദെൻ സെഡ് ഹിസ് പ്രേയേഴ്സ്. ദെൻ പ്രാർത്ഥിച്ചു. ദെൻ ജംപ്ഡ് ഇൻ ടു ബെഡ്. എന്നിട്ട് അവന് ബെഡിലേക്ക് ചാടിയില്ലേ ഉറങ്ങാനായിട്ട്. വെൻ മമ്മ കെയിം ഇൻ. പിന്നെ അമ്മ അവിടെ റൂമിലേക്ക് വന്നപ്പോൾ മൈക്കിൾ വാസ് ഫാസ്റ്റ് അസ്ലീപ്. മൈക്കിള് നല്ല ഉറക്കത്തിലായിരുന്നു. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ് മമ്മ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. അവൻ്റെ ബെഡിനരികിലായിട്ട് നിന്നുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ ഷൂസിലേക്ക് സോൾട്ട്, ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യുക, വിതറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ താഴെ അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ആഫ്റ്റർ ദാറ്റ് നൈറ്റ് മൈക്കിൾ വോർ ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ്. ആ രാത്രിക്ക് ശേഷം അവൻ എന്ത് ചെയ്തു? പിറ്റേ ദിവസം അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം ഷൂസ് അവന് ധരിച്ചു. ആൻഡ് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ദി സോൾട്ട് അണ്ടർ ഹിസ് ഫീറ്റ്. അവൻ്റെ കാൽപാദത്തിനടിയിലായിട്ട് ആ ഒരു ഉപ്പിൻ്റെ ഫീല്, ആ ഉപ്പിൻ്റെ ഒരു സാന്നിധ്യം അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഹി ഹാഡ് എ സ്പെഷ്യൽ ഫീലിംഗ്. അതെന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിട്ട് അവന് തോന്നി. വിയറിങ് ഹിസ് ഷൂസ് ഹി വെൻറ്റ് എവ്രിവെയർ. ആ ഷൂസ് ധരിച്ചുകൊണ്ട് അവന് എല്ലായിടത്തും പോയി. ബട്ട് ഹി സ്റ്റോപ്ഡ് ഗോയിങ് ടു ദി പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ഓൺ സാറ്റർഡേയ്സ്. പക്ഷെ അവൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ സാറ്റർഡേയ്സിൽ, ശനിയാഴ്ചകളിൽ ആ പാർക്കിലേക്ക് പോകുന്നത് അവന് സ്റ്റോപ്പ് ചെയ്തു അല്ലേ, അതവന് നിർത്തിവെച്ചു. ഇൻസ്റ്റെഡ്, അതിന് പകരം ഹി സ്റ്റേഡ് ഹോം ആൻഡ് പ്രാക്ടീസ്ഡ്. അവന് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുക, വീട്ടിൽ തന്നെ നിൽക്കുകയും ദെൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു അല്ലേ. ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടും തുടങ്ങി. ഹി വാണ്ടഡ് ടു ഗ്രോ എ ഫ്യൂ മോർ ഇഞ്ചസ് ബിഫോർ ഹി വെന്റ് ബാക്ക് ടു ദി പാർക്ക്. പാർക്കിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അവന് കുറച്ചും കൂടി എന്താവണമായിരുന്നു? നീളം വെക്കണമായിരുന്നു അല്ലേ, കുറച്ചും കൂടി വളരണമായിരുന്നു. ആഫ്റ്റർ 2 months ഓഫ് പ്രാക്ടീസിങ് ആൻഡ് വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി. 2 മാസം അവന് പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ ക്ഷമയോടെ കാത്തിരുന്നതിനും ശേഷം മൈക്കൽ സ്റ്റൂഡ് നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഓൺ ഹിസ് വോൾ. അവൻ്റെ ചുമരിലുള്ള ആ ഗ്രോത്ത് ചാർട്ടിൻ്റെ മുന്നിലായിട്ട് അവന് പോയി നിന്നു. ഹി ഹാഡ് ഇൻ ഗ്രോൺ ആൻ ഇഞ്ച്. അവനൊരു ഇഞ്ച് പോലും വളർന്നിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ അവൻ എന്തായി? ആകെ നിരാശനായി. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷെ അവനെ വിട്ടുകൊടുത്തില്ല. ഐ ഹാവ് ടു വെയിറ്റ് ലൈക്ക് മമ്മ സെഡ്. മൈക്കൽ ചിന്തിക്കാണ്, അമ്മ പറഞ്ഞ പോലെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ, നല്ല ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അങ്ങനെ എനിക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് വിചാരിച്ചിട്ട് അവന് വിട്ടുകൊടുത്തില്ല. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹി ഡിഡ്. അതായിരുന്നു അവനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 more months ഓഫ് പ്രാക്ടീസ് വെന്റ് ബൈ. 2 മാസത്തെ പ്രാക്ടീസും കൂടി കടന്നുപോയി. ആൻഡ് സ്റ്റിൽ നത്തിങ്. പക്ഷെ ഇപ്പോഴും ഒന്നും സംഭവിച്ചില്ല. നോ മൈക്കിൾ വാസ് ബിക്കമിങ് എ ലിറ്റിൽ സാഡ്. പക്ഷേ ഇപ്പോൾ മൈക്കിളിന് എന്ത് ഫീൽ ചെയ്തു? സാഡായില്ലേ, അവന് ചെറുതായിട്ട് ദുഃഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദ നെക്സ്റ്റ് സാറ്റർഡേ ഹിസ് ബ്രദേഴ്സ് ട്രൈഡ് ടു ഗെറ്റ് മൈക്കിൾ ടു ഗോ വിത്ത് ദം ടു ദി പാർക്ക്. അടുത്ത ശനിയാഴ്ചയായപ്പോൾ അവൻ്റെ ബ്രദേഴ്സ് മൈക്കിളിനെ പാർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു അല്ലേ, ശ്രമിച്ചുകൊണ്ടിരുന്നു. ബട്ട് ഹി വുഡിൻ ബഡ്സ്. പക്ഷേ അവന് വഴങ്ങിയില്ല. ദെൻ മമ്മ ഹാഡ് ബിഗൺ ടു വറി. അപ്പോൾ മമ്മക്കാകെ വെറീഡ് ആവാനായിട്ട് തുടങ്ങിയില്ലേ, മമ്മക്കാകെ വേവലാതിയായി. വെൻ ഹി സോ മൈക്കിൾ സിറ്റിംഗ് എലോൺ ഓൺ ദി സ്റ്റെപ്സ്. പിന്നീട് മൈക്കിള് ഒറ്റയ്ക്ക് അവിടെ സ്റ്റെപ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഷീ ടോൾഡ് ഡാഡി. മമ്മ എന്ത് ചെയ്തു? അവൻ്റെ ഡാഡിയോട് പറഞ്ഞു, മേ ബി യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് ടോക്ക് ടു ഹിം. നിങ്ങൾ അവൻ്റെ അടുത്ത് പോയി അവനോട് സംസാരിക്കണമെന്ന് അമ്മ പറയാണ്. സോ ഡാഡി വെൻറ്റ് ഔട്ട് ആൻഡ് സാറ്റ് വിത്ത് മൈക്കിൾ. അങ്ങനെ ഡാഡി എന്ത് ചെയ്തു? അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് മൈക്കിളിൻ്റെ അടുത്ത് പോയി ഇരുന്നു. വാട്ട്സ് റോങ് ഡിയർ? എന്താ പ്രശ്നം മോനെ എന്ന് ചോദിക്കാം അല്ലേ, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാം. യു ഹാവിൻ ഗോൺ ടു ദി പാർക്ക് വിത്ത് യുവർ ബ്രദേഴ്സ് ഫോർ എ വൈൽ നൗ, ആർ യു ഓക്കെ? നീ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ പാർക്കിലേക്കൊന്നും പോകുന്നില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന് അവനോട് ചോദിക്കുകയാണ്.
മൈക്കിൾ ഡിഡിൻ സേ എനിത്തിങ് അറ്റ് ഫസ്റ്റ്. മൈക്കിൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. ദെൻ ഹി ലുക്ക്ഡ് അറ്റ് ഡാഡി ആൻഡ് സെഡ്. പിന്നീട് അവന് ഡാഡിയെ നോക്കിയിട്ട് ഡാഡിയോട് പറയാണ്. എന്താ പറഞ്ഞേ? ഐ തോട്ട് I would at least be a few inches taller by now. I did everything Mama told me to do, but nothing happened. ഞാൻ കരുതിയത് എനിക്കിപ്പോൾ കുറച്ച് ഇഞ്ചെങ്കിലും ഉയരം കൂടുമെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അവൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞതൊക്കെ അനുസരിച്ചപ്പോൾ അവൻ വിചാരിച്ചിരുന്നത് ഞാൻ കുറച്ച് ഇഞ്ചെങ്കിലും ഉയരം കൂടുമെന്നായിരുന്നു. പക്ഷേ ഞാൻ അമ്മ പറഞ്ഞതൊക്കെ ചെയ്തല്ലോ, പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് അവന് ഡാഡിയോട് പറയണം. മൈക്കിൾ, വൈ ഡു യു വാണ്ട് ടു ബി ടോളർ? ഡാഡി ആസ്ക്ഡ്. അപ്പോൾ ഡാഡി മൈക്കിളിനോട് ചോദിക്കുകയാണ്, മൈക്കിൾ നീ എന്തിനാണ് ഇങ്ങനെ ടോളാകാനായിട്ട്, നീളം വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ അവൻ എന്താ പറയുന്നത്? ഇഫ് ഐ വർ ടോളർ ഐ ഹാഡ് ബി എ ഗ്രേറ്റ് പ്ലെയർ. ഞാൻ നീളം വെക്കുകയാണെങ്കിൽ ഞാൻ നല്ല ഒരു പ്ലെയർ ആകും. ആൻഡ് ഐ കുഡ് ഹെൽപ്പ് അവർ ടീം വിൻ, മൈക്കിൾ ആൻസേർഡ്. എന്താ പറയുന്നത്? അപ്പോൾ എനിക്ക് എൻ്റെ ടീമിനെ വിജയിപ്പിക്കാനും പറ്റും. മൈക്കിൾ ഉത്തരം പറയാണ് അല്ലേ. ബട്ട് യു ആർ എ ഗ്രേറ്റ് പ്ലെയേഴ്സ് ആണ്, പക്ഷേ നീ ഒരു നല്ല പ്ലെയർ ആണല്ലോ മോനെ എന്ന് പറയാണ് അല്ലേ. ആൻഡ് യു ഓൾറെഡി ഹാവ് എവറിത്തിങ് ഇറ്റ് ടേക്സ് ടു ബി എ വിന്നർ. ഒരു വിന്നർ ആവാൻ ആവശ്യമായിട്ടുള്ള, ഒരു വിജയി ആവാൻ ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ഓൾറെഡി നിന്നിൽ ഉണ്ട് എന്ന് ഡാഡി അവനോട് പറയാണ്. ഡാഡി ടാപ്ഡ് മൈക്കിൾ ഓൺ ഹിസ് ചെസ്റ്റ്. ഇതും പറഞ്ഞുകൊണ്ട് ഡാഡി അവൻ്റെ നെഞ്ചിൽ തട്ടാണ്. ദെൻ ബീയിങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ, but not as much as practice, determination and giving your best will. Those are the things that make you a real winner. Being taller may help you play a little better. ടോളർ ആയാൽ നല്ല ഉയരമുള്ളതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ കുറച്ചും കൂടി നന്നായി കളിക്കാനൊക്കെ പറ്റിയേക്കാം. പക്ഷേ നിന്റെ പ്രാക്ടീസ്, നിന്റെ പരിശീലനം, അതുപോലെ ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം, അതുപോലെ നിന്റെ വില്ല്, നിന്റെ ഇച്ഛാശക്തി, അതിൻ്റെ അത്രയും നിന്നെ സഹായിക്കുകയില്ല ഈ ടോളർ ആകുന്നത് അല്ലേ. ടോളർ ഒരു ഉയരമുള്ള ആളായിരിക്കുക എന്നതിനേക്കാൾ ഉപരി നിന്റെ പ്രാക്ടീസും ഡിറ്റർമിനേഷനും ഒക്കെയാണ് നിന്നെ കൂടുതൽ വിജയിക്കാനായിട്ട് സഹായിക്കുക എന്ന് അച്ഛൻ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് യു എ റിയൽ വിന്നർ. ഇവയൊക്കെയാണ് ഈ ഡിറ്റർമിനേഷനും അതുപോലെ പ്രാക്ടീസും ഒക്കെയാണ് നിന്നെ യഥാർത്ഥ വിജയിയാക്കുന്നത്, അല്ലാതെ ടോളർ ആവുക എന്നുള്ളത് മാത്രമല്ല എന്ന് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. മൈക്കിൾ തോട്ട് അബൌട്ട് വാട്ട് ഡാഡി സെഡ് ഫോർ എ മിനിറ്റ്. മൈക്കിളെ ഒരു മിനിറ്റ് ഡാഡി എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദെൻ സഡൻലി, എന്നിട്ട് പെട്ടെന്ന് ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ടുക്ക് ഓഫ്. അവന് പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് എന്നിട്ട് പുറപ്പെട്ടു. വേർ ആർ യു ഗോയിങ്? നീ എവിടേക്കാ പോകുന്നത്? ഡാഡി യെൽഡ് ആഫ്റ്റർ ഹിം. ഡാഡി അവൻ്റെ പുറകെ പോയിട്ട് അവനോട് എന്താ ചെയ്യുന്നത്? യെൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഉച്ചത്തിൽ ഉറക്കെ അവനോട് ചോദിക്കുകയാണ്. അവന് വേഗം എങ്ങോട്ടോ പോകുകയാണ് അല്ലേ. സോ നീ എവിടേക്കാ പോകുന്നതെന്ന് ഡാഡി അവനോട് ചോദിക്കുന്നുണ്ട്. ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ. എനിക്കിന്നൊരു ഗെയിം ഉണ്ട് അല്ലേ, എനിക്കിന്നൊരു കളി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എം ലേറ്റ്. പക്ഷെ ഞാൻ ലേറ്റ് ആണ്. മൈക്കിൾ യെൽഡ് ബാക്ക്. മൈക്കിള് തിരിച്ച്, യെൽഡ് എന്ന് വെച്ചാൽ ഉച്ചത്തിൽ പറയുക, അല്ലെങ്കിൽ അലറി വിളിച്ച് പറയുക അല്ലേ. അവന് ധൃതിയിൽ പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഉച്ചത്തിൽ ഡാഡിയോട് പറഞ്ഞു. മൈക്കിൾ ഓടുന്ന ആ ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ദെൻ വെൻ മൈക്കിൾ റീച്ച് ദി പാർക്ക് ദ ഗെയിം ഹാഡ് സ്റ്റാർട്ടഡ്. എന്നിട്ട് മൈക്കിള് ആ പാർക്കിൽ എത്തിയപ്പോഴേക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, തുടങ്ങിയിട്ടുണ്ട്. ഹി സാറ്റ് ഓൺ ദി ബെഞ്ച് ഹോപ്പിംഗ് ഹി വുഡ് ഗെറ്റ് എ ചാൻസ് ടു പ്ലേ. അവൻ അവിടെയുള്ള ബെഞ്ചിലിരുന്നു. അവന് കളിക്കാനായിട്ടൊരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ അവിടെയുള്ള ബെഞ്ചിൽ ഇരിക്കുകയാണ്. ആൻഡ് ഹി ഡിഡ്. അങ്ങനെ അവന് ചാൻസ് കിട്ടി. ദി ഗെയിം വാസ് ഓൾമോസ്റ്റ് ഓവർ ആൻഡ് ദി സ്കോർ വാസ് ടൈഡ് വെൻ ജോൺ, വൺ ഓഫ് ദി ബോയ്സ് ഓൺ മൈക്കിൾസ് ടീം, ഫെൽ ആൻഡ് ഹേർട്ട് ഹിംസെൽഫ്. ഹിയർ വാസ് മൈക്കിൾസ് ചാൻസ്. ദെൻ ഗെയിം ഓൾമോസ്റ്റ് ഓവർ ആയിട്ടുണ്ട് അല്ലേ, ഓൾമോസ്റ്റ് അവസാനിക്കാറായിട്ടുണ്ട്. സ്കോർ ടൈഡ് ആണ്. ടൈഡ് എന്ന് വെച്ചാൽ സ്കോർ സമനിലയിലാണ് ഉള്ളത്. ഓക്കെ, ഈ സമയത്ത് മൈക്കിളിൻ്റെ ടീമിലുള്ള ജോൺ എന്ന് പറയുന്ന കുട്ടി അവന് വീണ് മുറിവ് പറ്റിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴാണ് മൈക്കിളിന് ചാൻസ് കിട്ടിയത്.
Michael joined his team in the huddle as they gathered on the sideline for a timeout. ടൈംഔട്ടില് അവരെന്ത് ചെയ്തു? മൈക്കിള് അവൻ്റെ ടീമുമായിട്ട് അവിടെ സൈഡിൽ എന്ത് ചെയ്തു? ഗ്യാദർ ചെയ്തു. സൈഡ് ലൈനിൻ്റെ അവിടെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. നമ്മൾ ഈ കളിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ ടീമിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇങ്ങനെ റൗണ്ടായി കൂടിയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ അവരെന്ത് ചെയ്തു? അവർ ഒരുമിച്ച് കൂടി. ഓക്കെ, ദി ഗെയിം ഈസ് ടൈഡ്. ഓൾ വി നീഡ് ഈസ് 1 point. ഹു വാണ്ട്സ് ടു ടേക്ക് ദി ഷോട്ട്? റോണി ആസ്ക്ഡ്. റോണി ചോദിക്കണം. റോണി ആരാണ്? ഈ മൈക്കിളിൻ്റെ ബ്രദറാണ് അല്ലേ? മൈക്കിളിൻ്റെ ബ്രദർ ചോദിക്കാണ്. ഓക്കെ, എന്താ ഗെയിം എന്തായിട്ടുണ്ട്? സമനിലയിലാണുള്ളത്. നമുക്ക് വേണ്ടത് ഒരൊറ്റ പോയിൻ്റാണ്. ആരാണ് ആ ഒരു ഷോട്ട് അടിക്കാൻ പോകുന്നത് എന്ന്. ഹി ലുക്ക്ഡ് ഇൻ മൈക്കിൾസ് ഡയറക്ഷൻ. എന്നിട്ട് റോണി എന്ത് ചെയ്തു? മൈക്കിളിൻ്റെ അടുത്തേക്ക് നോക്കുകയാണ് അല്ലേ? ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ, മൈക്കിൾ സെഡ്. എന്നും ഉള്ളതിനേക്കാളും നല്ല കോൺഫിഡൻസ്, നല്ല ആത്മവിശ്വാസം തോന്നിയ മൈക്കിൾ എന്ത് പറഞ്ഞു? ഐ വിൽ ഡു ഇറ്റ്. ഞാനത് ചെയ്യുമെന്ന്, ഞാൻ അത് ചെയ്തോളാന്ന് പറയാണ്. വെൻ ദി വിസിൽ ബ്ലൂ ആൻഡ് ദി ഗെയിം റീസ്റ്റാർട്ടഡ്. എന്ത് ചെയ്തു? വിസിൽ മുഴങ്ങി, കളി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അല്ലേ? പുനരാരംഭിച്ചു. മാർക്ക് ബിഗാൻ ടു പിക്ക് ഓൺ മൈക്കിൾ ആസ് യൂഷ്വൽ. മാർക്ക് അവിടെ ഉണ്ട് അല്ലേ? മാർക്ക് എന്ത് ചെയ്യാണ്? പതിവ് പോലെ മൈക്കിളിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പിറകെ വരാനായിട്ട് തുടങ്ങി. സ്റ്റിൽ ട്രൈങ് ടു പ്ലേ വിത്ത് ദ ബിഗ് ബോയ്സ്. മാർക്ക് ടോണ്ട്. എന്താണ്? ഇപ്പോഴും ഈ വലിയ ബോയ്സുമായിട്ട്, വലിയ ആൺകുട്ടികളുമായിട്ടൊക്കെ കളിക്കുമല്ലേ, കളിക്കാനായിട്ട് ട്രൈ ചെയ്യുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് എന്ത് ചെയ്യാൻ? അവനെ ടോണ്ടഡ് എന്ന് വെച്ചാൽ അവനെ പരിഹസിക്കാൻ അല്ലേ, കളിയാക്കാൻ. ബട്ട് മൈക്കിൾ പെയ്ഡ് ഹിം നോ അറ്റൻഷൻ. പക്ഷെ മൈക്കിള് അവന് ശ്രദ്ധ കൊടുത്തില്ല അല്ലേ? അവന് പറയുന്നതൊന്നും ശ്രദ്ധിക്കാനായിട്ട് നിന്നില്ല. ടോളർ ഓർ നോട്ട്, ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ് ആൻഡ് ടുഡേ ഹി വാസ് ഡിറ്റർമിൻഡ് ടു വിൻ. ടോളറാവ്, എന്താ ഉയരമുള്ളവനാവ് അല്ലെങ്കിൽ അല്ലാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ, അവന് എന്ത് ചെയ്തിട്ടുണ്ട്? ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ്. അവന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അല്ലേ, പരിശീലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നെന്താണ്? ഇന്ന് എനിക്ക് വിജയിക്കണം, എനിക്ക് വിൻ ചെയ്യണം എന്ന് അവന് ഡിറ്റർമിൻ ചെയ്തിട്ട് ഉറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ലാറി ത്രൂ ദി ബോൾ ടു മൈക്കിൾ. മൈക്കിൾ കോട്ട് ഇറ്റ്. എന്ത് ചെയ്തു? ലാറി ആ ബോള് മൈക്കിളിന് എറിഞ്ഞു കൊടുത്തു അല്ലേ? മൈക്കിള് അത് പിടിച്ചു. ദെൻ ബൗൺസ്ഡ് ഇറ്റ് ഫോർ എ മൊമെന്റ്. എന്നിട്ട് ഒരു നിമിഷം അവൻ എന്ത് ചെയ്തു? അത് ബൗൺസ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ബോള് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് അടിച്ചിട്ട് കയ്യിലേക്ക് പിന്നെയും പിടിക്കില്ലേ, അതിനെയാണ്. ആൻഡ് ദെൻ ടുക്ക് ഓഫ്. എന്നിട്ട് അത് എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്കിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ മൈക്കിൾ ഷിഫ്റ്റഡ് ടു ഹിസ് റൈറ്റ്. മൈക്കിൾ എന്ത് ചെയ്തു? അവൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറിയില്ലേ. ദെൻ മാർക്ക് ഫോളോഡ്. അപ്പോൾ മാർക്ക് എന്ത് ചെയ്തു? അവനെ ഫോളോ ചെയ്ത് പിന്തുടർന്ന് ഇങ്ങനെ പോവുകയാണ്. ബട്ട് വൈ ഹി വാസ് സ്റ്റിൽ ഷിഫ്റ്റിംഗ്. പക്ഷെ അവൻ ഇപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മൈക്കിൾ സ്പൺ ടു ഹിസ് ലെഫ്റ്റ്. മൈക്കിൾ എന്ത് ചെയ്തു? അവൻ്റെ മാർക്കിൻ്റെ ലെഫ്റ്റിലേക്ക് സ്പൺ ചെയ്തു. സ്പൺ എന്ന് വെച്ചാൽ തിരിയ. സ്പിൻ എന്നുള്ള വേർഡിൻ്റെ അർത്ഥമാണ് എന്താണ്? തിരിയ അല്ലേ, പുറകെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. ഹി സ്റ്റെപ്ഡ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷോട്ട്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? മാർക്കിൻ്റെ പുറകോട്ട് നിന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ ബോൾ ഷോട്ട് ചെയ്തു. ഷോട്ട് ചെയ്യുന്ന വെച്ചാൽ എന്താ? എറിഞ്ഞു. ദി ബോൾ ആർക്ക്ഡ് ഫാർ എബോവ് ഹിസ് ഓപ്പണൻസ് ഹാൻഡ്സ് ആൻഡ് ഫെൽ സൈലന്റ്ലി ത്രൂ ദി ഹൂപ്പ്. ഓപ്പണന്റ് എന്ന് വെച്ചാൽ എന്താ? എതിരാളിയുടെ കൈയിൻ്റെ മുകളിലൂടെ നല്ല ഉയരത്തിൽ പോയിട്ട് ആ ബോള് ആർക്ക്ഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പോലെ ഷേപ്പിൽ ഇങ്ങനെ ഉയർന്നു പോയിട്ട് അതെന്ത് ചെയ്തു? അത് സൈലൻ്റ് ആയിട്ട് ആ ഹൂപ്പിലൂടെ, ഹൂപ്പ് എന്ന് വെച്ചാൽ എന്താ? ആ ബാസ്കറ്റ് ബോളിൻ്റെ ആ റിങ് ഉണ്ടല്ലോ അല്ലേ, ആ റിങ്ങിലൂടെ താഴേക്ക് വീഴാണ് ചെയ്യുന്നത്. 2 points. എന്തായി? 2 points അവർക്ക് കിട്ടിയില്ലേ. ദ ഗെയിം വാസ് ഓവർ. ഈ ഗെയിം അവസാനിച്ചു. മൈക്കിൾസ് ടീം ഹാഡ് വൺ. മൈക്കിളിൻ്റെ ടീം വിജയിച്ചു. ഇറ്റ് വാസ് ജസ്റ്റ് ആസ് മൈക്കിൾ ഹാഡ് ഡ്രീംഡ്. മൈക്കിൾ സ്വപ്നം കണ്ടതുപോലെ തന്നെയായിരുന്നു അത്. വെൻ ഹി റിയലൈസ്ഡ് വാട്ട് ഹി ഹാഡ് ഡൺ. അവൻ ചെയ്തത് എന്താണെന്ന് അവന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൈക്കിൾ ടുക്ക് ഓഫ് ആൻഡ് ഡിഡിൻറ്റ് സ്റ്റോപ്പ് അൺടിൽ ഹി ഹാഡ് റീച്ച്ഡ് ഹോം. മൈക്കിൾ എന്ത് ചെയ്തു? വീട്ടിലേക്ക് ഓടാണ് ചെയ്യുന്നത് അല്ലേ. അവന് വീട്ടിലെത്തുന്നത് വരെ നിർത്താതെ ഓടാണ് ചെയ്തത്. ബേസ്റ്റിംഗ് ത്രൂ ദി ഡോർ. അവൻ എന്ത് ചെയ്തു? ഡോറൊക്കെ ഇങ്ങനെ എന്താ ബേസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ തള്ളി തുറന്നിട്ടില്ലേ. ഹി ഷൗട്ടഡ്. അവന് ഒച്ച വെച്ചു. അവൻ ഭയങ്കര ശബ്ദത്തിൽ പറയാണ്. ഐ ഡിഡ് ഇറ്റ് ഡാഡ് ആൻഡ് മം. ഡാഡ് മം ഞാനത് നേടി എന്ന് പറയാം അല്ലേ. ഞാനത് ഐ ഡിഡ് ഇറ്റ് ഡാഡ് ആൻഡ് മം. ഐ ഡിഡ് ഇറ്റ്. ഡാഡ് ആൻഡ് മം
അമ്മേ അച്ഛാ ഞാൻ അത് നേടി എന്ന് അവന് പറയാണ് അല്ലേ. ഐ ഷോട്ട് റൈറ്റ് ഓവർ ദി ടോൾ ഗൈസ് ഹെഡ് ആൻഡ് വി വോൺ ദി ഗെയിം. ഉയരമുള്ള ആളുകളുടെയൊക്കെ തലയുടെ മുകളിലൂടെ ഞാൻ ഷോട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ടീം എന്ത് ചെയ്തു? വി വൺ ദി ഗെയിം, ഞങ്ങൾ ആ ഗെയിം ജയിച്ചു എന്ന് അവന് പറയാണ്. റണ്ണിങ് ഇൻ ബിഹൈൻഡ് ഹിം റോണി ആൻഡ് ലാരി ജോയിൻ ദി സെലിബ്രേഷൻ. മൈക്കിളിൻ്റെ പിറകെ ഓടിയ റോണിയും ലാരിയും എന്ത് ചെയ്തു? അവർ രണ്ടുപേരും ആ ഒരു സെലിബ്രേഷനിൽ ജോയിൻ ചെയ്തു. ദാറ്റ്സ് റൈറ്റ് ലിറ്റിൽ ബ്രദർ യു ഡിഡ് ഇറ്റ്. ദാറ്റ്സ് റൈറ്റ് ലിറ്റിൽ ബ്രദർ യു ഡിഡ് ഇറ്റ്. യു വൺ ദി ഗെയിം ഫോർ us. എന്താ പറയുന്നത്? അത് ശരിയാണ് ലിറ്റിൽ ബ്രദർ, നീ അത് നേടി, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ആ ഗെയിം വിജയിച്ചു എന്ന് പറയാണ്. ആഫ്റ്റർ ദാറ്റ് ഡേ, ആ ദിവസത്തിന് ശേഷം മമ്മ സ്റ്റോപ്ഡ് പുട്ടിങ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. ആ ദിവസം മൈക്കിൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ബീങ് പേഷ്യൻറ്റ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. പക്ഷെ അവൻ്റെ അമ്മ ഷൂസിൽ ഉപ്പിടുന്നതൊക്കെ നിർത്തി. പക്ഷേ മൈക്കിൾ അവൻ്റെ ക്ഷമയും അതുപോലെ ഹാർഡ് വർക്കിങ്ങും കഠിനാധ്വാനം ചെയ്യലൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോറി. ഇനി ഇതിൻ്റെ ഓഥർ ആരാ നോക്കാം. അബൌട്ട് ദി ഓഥർ, ഡെലോറിസ് ജോർദൻ ഈസ് ദ മദർ ഓഫ് ദി ബെസ്റ്റ് നോൺ ബാസ്കറ്റ്ബോൾ പ്ലെയർ മൈക്കൽ ജോർദൻ. ഷീ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് മൾട്ടിപ്പിൾ ചാരിറ്റീസ്. ഇതിൻ്റെ ഓഥർ ആരാണെന്ന് പറയുന്നത്? യെസ്, നമ്മുടെ മൈക്കൽ ജോർദൻ്റെ മദറായിട്ടുള്ള ഡെലറിസ് ജോർദൻ ആണ് ഈ ഒരു സ്റ്റോറിയുടെ ഓഥർ. ദെൻ 2 പേരുണ്ട് അല്ലേ, ഒരാളും കൂടിയുണ്ട്. ആരാ നോക്കാം. റോസ്ലിൻ എം ജോർദൻ ഈസ് മൈക്കൽ ജോർദൻസ് സിസ്റ്റർ ആൻഡ് ദി കോ ഓഥർ ഓഫ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ് വിത്ത് ഡെലറിസ് ജോർദൻ. ആരാണ് റോസ്ലിൻ എം ജോർദൻ എന്ന് പറയുന്നത്? മൈക്കൽ ജോർദൻ്റെ സിസ്റ്ററും. ഇവർ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഈ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഓക്കെ.